ഹായ് കൂട്ടുകാരെ, ശിശുദിനവുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മാണ പ്രവർത്തനവുമായാണ് ഇന്ന് ടീച്ചർ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ചാച്ചാജി തൊപ്പി. ചാച്ചാജി തൊപ്പി ഉണ്ടാക്കാനായി നമുക്ക് ആവശ്യമുള്ളത് വെള്ള പേപ്പറാണ്. A3 പേപ്പറോ വെള്ള ചാർട്ട് പേപ്പറോ നമുക്ക് ഇതിനായി ഉപയോഗിക്കാം. ടീച്ചർ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് A3 പേപ്പർ ഉപയോഗിച്ചാണ്. A3 പേപ്പറിൽ നിന്നും 30 സെന്റിമീറ്റർ വീതിയുള്ള ഒരു കഷ്ണം നമുക്ക് മുറിച്ചെടുക്കാം. ഇതിനായി സ്കെയിൽ ഉപയോഗിച്ച് 30 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയ ശേഷം അത് മുറിക്കാം. ഇത്രയും വലിപ്പമുള്ള ഒരു കഷ്ണം മതി എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പേപ്പറിൽ നിന്ന് തന്നെ രണ്ടോ മൂന്നോ തൊപ്പി ഉണ്ടാക്കാൻ സാധിക്കും. പേപ്പറിൽ 30 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമ്മൾക്കത് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത പേപ്പർ വെച്ചിട്ടുണ്ട്. വയ്ക്കേണ്ട വിധം ശ്രദ്ധിക്കുക. ഇങ്ങനെ നീളത്തിലാണ് നമുക്ക് വേണ്ടത്. ശേഷം അതിനെ നടുവിലൂടെ മടക്കുക. രണ്ട് അറ്റങ്ങളും കൃത്യമായി വെച്ചതിന് ശേഷം നന്നായി മടക്കുക. ഇനി ഈ അറ്റത്ത് നിന്നും 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. അതിനുശേഷം ആ അളവിൽ നന്നായി മടക്കുക. ആറ് സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയ ശേഷം നമ്മളത് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തൊപ്പിയുടെ നീളം അറിയാനായി അളവെടുക്കണം. അളവെടുക്കുമ്പോൾ നെറ്റിയുടെ മധ്യഭാഗത്ത് നിന്നും തലയുടെ പുറകിൽ വരെ ഈ അളവ് നമ്മൾ രേഖപ്പെടുത്തുകയാണ്. അത്രയും ഭാഗം നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇനി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഈ അറ്റത്തേക്കും 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇവിടെയും നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗങ്ങളിലും 6 സെന്റിമീറ്റർ വീതം വെച്ച് മടക്കിയിട്ടുണ്ട്. ഇത് തൊപ്പിയുടെ നീളം. ഇനി ഈ മടക്കിയെടുത്ത ഭാഗം പതുക്കെ നിവർത്തി ത്രികോണാകൃതിയിൽ മടക്കിയെടുക്കണം. ഇതുപോലെ ഈ വശത്തും ചെയ്യണം. ഇനി ശ്രദ്ധിക്കൂ, ഈ ഒരു വരയിലൂടെയാണ് അടുത്തതായി നമ്മൾ പേപ്പർ മടക്കാൻ പോകുന്നത്. കുറച്ച് ഭാഗം ഇപ്പുറത്തേക്ക് നിങ്ങൾക്ക് കാണാം. അത് നമ്മൾക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇനി മറുവശവും ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ പ്രവർത്തനം ആവർത്തിക്കാം. രണ്ട് വശങ്ങളും മടക്കുക. ശേഷം ഈ ഒരു വരയിലൂടെ നമുക്ക് മുകളിലേക്ക് മടക്കാം.
അധികമുള്ള ഭാഗവും മടക്കി കഴിഞ്ഞു. അപ്പോൾ നിവർത്തി നോക്കിയാൽ ഇങ്ങനെയൊരു രൂപത്തിലായിരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ഈ അധികമുള്ള ഭാഗം ഇതുപോലെയുള്ള ഈ പോക്കറ്റിനകത്തേക്ക് തിരുകി കൊടുക്കാം. മറുവശത്തും അതുപോലെ ഈ പോക്കറ്റിനകത്തേക്ക് തിരുകണം. ഈ വശവും അതുപോലെ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ രണ്ട് ഭാഗവും നമുക്ക് പശ തേച്ച് ഒട്ടിക്കാം. അതുപോലെ ഈ വശവും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ലഭിച്ചിരിക്കുക. ഒരു ഭാഗം ഇങ്ങനെയും മറുപുറം ഇങ്ങനെയും. പതുക്കെ നമ്മൾ വലിച്ചു കൊടുത്താൽ അത് തൊപ്പിയുടെ ആകൃതിയിലേക്ക് വരും. ഇപ്പോൾ നമ്മുടെ ചാച്ചാജി തൊപ്പി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വച്ച് നോക്കാം. ശിശുദിനാശംസകളുമായി രമ്യ ടീച്ചർ.